അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല. ഇന്ന് എൻ്റെ ടേബിൾ ക്ലീനിങ് വീഡിയോ ആണ്. 2 ടേബിളിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് 2 ടേബിൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുളമായി കിടക്കാറില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വൃത്തിയാക്കുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഗേസ്, ഞാനിവിടെ ഒരു ചെറിയ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൊത്തത്തിൽ അതിന് പേപ്പർ പൊതിയാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയ ഒരു പേപ്പറൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിലാണ് ഇനി ഫുള്ള് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗേസ്, ഇവിടുത്തെ വൃത്തിയാക്കിയിട്ട് വേണം അപ്പുറത്തെ ടേബിളിലേക്ക് പോകാൻ, എൻ്റെ സ്റ്റഡി ടേബിളിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലേ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം സൺഡേ ആണ്. അപ്പോൾ ഒന്ന് ഒഴിവുള്ള ദിവസം ആയതുകൊണ്ട് ഇന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അത്രയും പരന്ന് കിടക്കായിരുന്നു. സ്കൂളിലെ ടൈമിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ആയി കിടക്കാറില്ല കേട്ടോ. ആൻഡ് നോട്ട് ദ പോയിൻ്റ്, ഇതൊരു വലിയ ടേബിളാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം എൻ്റെ സാധനങ്ങൾ കൊണ്ടും ബാക്കി പകുതി അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ല. ടേബിളിൽ നമ്മൾ ഡൈനിങ് ടേബിൾ വെക്കുന്ന അതേ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റേ ഗിവ് അവേൻ്റെ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ടോപ്പ് കമൻറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പറയാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, ആ ടേബിളത്തൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ ഈ ടേബിളിൽ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചെന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ ഈ ടേബിളിലേക്ക് വന്നേക്കാണ് കേട്ടോ. ആൻഡ് എൻ്റെ ക്രോഷറ്റൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, അതപ്പോൾ അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അങ്ങനത്തെ കണ്ടോ, ടേബിൾ വരെ എന്തൊക്കെയോ ആയി കിടക്കുകയാണ്. എപ്പോഴൊന്നും ഉണ്ടാവാറുന്നില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഇത്രയും ഡെസ്പായിട്ട് കിടക്കാറില്ല കേട്ടോ. പിന്നെ ഗൈസ്, താഴത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്കാണ് വെക്കുന്നത് കേട്ടോ. നല്ല താഴത്തും ക്ലീൻ ചെയ്യണം, മുകളിലും ക്ലീൻ ചെയ്യണം. മുകളിൽ ക്ലീൻ ചെയ്യുമ്പോൾ താഴത്തേക്ക് എടുത്ത് വെക്കും, താഴത്ത് ക്ലീൻ ചെയ്യുമ്പോൾ മുകളിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ എവിടെ വെക്കണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ടേബിളൊന്ന് നോക്കുമ്പോൾ എന്ത് മനസുഖം, നല്ല സുഖമാണ് കേട്ടോ. പിന്നെ എൻ്റെ പരീക്ഷാ പേപ്പേഴ്സാണ്, അതൊക്കെ അതിൻ്റെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടില്ല, ഇതിലാണ് ആ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിരിക്കുന്നത്. കുറേ സാധനം വെച്ചാൽ കുറേ സാധനം ഉണ്ടായില്ല. പിന്നെയും കുറച്ച് സാധനം കൂടി കുത്തി നിറയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതിലേക്ക് വെച്ചിട്ട് അങ്ങനെ, അപ്പോൾ അതിൽ വെക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് വെക്കാൻ വിചാരിച്ചു കേട്ടോ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിത് വേഗം ചെയ്ത് തീർക്കണം. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, ലബൂബുവിൻ്റെ സ്കൂഷി നോട്ട്ബുക്ക് എങ്ങനെ ഉണ്ടാക്കിയോ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഞാൻ വേറൊന്നും ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ആ ബാഗിൽ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ എൻ്റെ മദ്രസത്തെ നോട്ട്, അങ്ങനത്തെ കുറച്ച് നോട്ട്സൊക്കെ ഞാൻ താഴത്തേക്ക് എടുത്തു വെച്ചു. പിന്നെ ഇതാ നമ്മുടെ ഓർഗനൈസർ. അപ്പോൾ ഞാൻ അതിൽ സാധനങ്ങൾ വെക്കാണ്. ഞാനിപ്പോൾ ഒരു ബോക്സ് വെച്ചില്ലേ, അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്. ഗിഫ്റ്റ് കിട്ടി വെച്ചാൽ എൻ്റെ എനിക്ക് 2 കസിൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നതാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് കയ്യിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് പെയിൻറ്റ്സ് ഉണ്ട്, പെയിൻറ്റ്, കളർ പെൻസിൽസ്, ക്രയോൺസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, എനിക്കിതിൽ മൊത്തം വോയിസ് ഓവർ ചെയ്യാൻ കഴിയാനായിട്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ പാട്ടിടുന്നത് കേട്ടോ. പിന്നെ ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു ബോക്സ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ എനിക്ക് സ്കെച്ചൊന്നും വെക്കുമ്പോൾ എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവിടെ സ്പേസും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോൾ നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
ഒരു ബുക്കുണ്ട്, ഒരു കഥാപുസ്തകമല്ല, ഒരു കുറേ പേജുള്ള ഒരു ബുക്കുണ്ട്. അപ്പം ഞാൻ അതും അതിലേക്ക് വെച്ചിട്ടുണ്ട്, എനിക്ക് എപ്പോഴും എടുത്ത് വായിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു നെയിൽ കട്ടറാണ്. അത് ഭയങ്കര ക്യൂട്ടായ എൻ്റെ എസ്തെറ്റിക്കായതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഗൈസ് ഇത് ഞാൻ എവിടെ വെക്കുമെന്ന് ആലോചിച്ചപ്പോൾ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ വെച്ചു ഇതിൻ്റെ അടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ടേബിൾ മേലെ എടുത്തു വെച്ചാൽ അത്രയും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ താഴത്തേക്ക് വെച്ചപ്പോൾ ഞാൻ സ്റ്റഡി ടേബിൾ കുറച്ച് മുന്നോട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ താഴത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റി. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഞാനൊരു ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നല്ലോണം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ് അതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കവർ സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് ഒട്ടിക്കാമെന്ന് കേട്ടോ. അപ്പം നല്ല രസം ഉണ്ടാവല്ലോ കാണാൻ, നോക്കുമ്പോൾ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇത് വേണം. ഞാൻ ഇങ്ങനെ കവർ സ്റ്റിക്കർ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നല്ലൊരു ഭംഗി തന്നെ അതിന് വന്നത്. പിന്നെ അപ്പുറത്തെ ഭാഗം പ്ലെയിനായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഒട്ടിച്ചു. അതും അങ്ങനെ വെറുതെ കിടക്കണ്ടല്ലോ, ഇവിടെ കിടന്നാൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമല്ലോ, അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കേട്ടോ. ഇപ്പം തന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കുറച്ചുകൂടി കവർ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഇവിടെ ഞാനിങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു, അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഒരു A4 ഷീറ്റ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടാണ് ചെയ്തത്. അല്ലാതെ ഒട്ടിക്കുമ്പോൾ അത് അവിടെ കവർ സ്റ്റിക്കർ ഒട്ടിച്ചെന്നുള്ളത് നല്ലപോലെ അറിയുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ അവിടെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടില്ലയെന്ന്. അപ്പോൾ അതും ഇനി കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനേ ഉള്ളൂ കേട്ടോ. ഗൈസ് ഞാൻ ഓർഗനൈസർ ഉണ്ടാക്കുമ്പോൾ കുറേ നമ്മളെ കാർഡ്ബോർഡ് പീസസ് വെറുതെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേപ്പർ കഷ്ണം അതൊക്കെ ഞാൻ നിലത്തേക്കിട്ടു. ഇതാണ് കുറേ ഞാൻ പറഞ്ഞില്ല കാർഡ്ബോർഡ് കഷ്ണങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്തിനെങ്കിലുമൊക്കെ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പെട്ടിയിൽ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് വേണ്ടിയത് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ കളഞ്ഞാൽ നമുക്ക് എന്തിനെങ്കിലും യൂസ് ഉണ്ടാവുമ്പോൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി മുകളിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചു. ഇത് പിന്നെ എനിക്ക് ആവശ്യമായ സാധനങ്ങളാണ്. എൻ്റെ ഡയറി, പിന്നെ പൗച്ച്, പിന്നെ സെലോ ടേപ്പ്, അത് ഞാൻ പിന്നെ ഓർഗനൈസറിലാണ് വെച്ചത് കേട്ടോ. ഭയങ്കരമായിട്ട് ഉപകാരം തോന്നി. അപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ടേബിളൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ക്ലീൻ ആയത്. നേരത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു സമാധാനം പറഞ്ഞില്ല. നേരത്തെ നമ്മളിങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ താഴത്തേക്ക് ഇട്ട് പറഞ്ഞില്ല, അത് മൊത്തം അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അടിച്ച് വാരുന്ന കൂട്ടത്തിൽ മൊത്തമായിട്ടൊന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും അടിച്ച് വാരണല്ലോ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഡൈനിങ് ഹാളിൽ മൊത്തം ഞാൻ അടിച്ചരിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിലാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തമായിട്ട് അടിച്ചു വാരി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ.